ഭാഗം 10. ഇന്ത്യക്കാരനായ മാന്യൻ. മിൻജിൻ താമസിക്കുന്ന സ്ഥലത്ത് ധാരാളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. സാറ വൈകുന്നേരം അതുവഴി വരുമ്പോൾ അവരെയൊക്കെ കാണുന്നതാണ്. അവയിൽ ഒരു കുടുംബത്തെ സാറായ്ക്ക് ഇഷ്ടമാണ്. വലിയ കുടുംബം എന്നാണ് അവരെ വിളിക്കുക. തടിച്ച ഒരച്ഛനും തടിച്ച ഒരമ്മയും തടിച്ച മുത്തശ്ശിയും സേവകരും ഒക്കെയുണ്ട് അവിടെ. 8 കുട്ടികളെ നടക്കുവാൻ വേണ്ടി വൈകുന്നേരങ്ങളിൽ കൊണ്ടുപോകാറുണ്ട്. അവരുടെ അമ്മയോ വേലക്കാരോ കൂടെ ഉണ്ടാകും. ഉന്തും തള്ളുമൊക്കെയായി ഉല്ലസിച്ചാണ് അവരുടെ പോക്ക്. അവർക്ക് സാറ ചില പേരുകൾ നൽകിയിട്ടുണ്ട്. വലിയ കുടുംബം എന്ന് വിളിക്കാത്ത സമയത്ത് മോൺമൊറൻസാസ് എന്നാണ് വിളിക്കുക. തടിച്ചു കൊഴുത്ത കൊച്ചുകുട്ടിക്ക് എത്തൽബർട്ട ബ്യൂചാം മോൺമൊറൻസി എന്നും, മറ്റൊന്ന് വയലറ്റ് കോൾമോൺലി മോൺമൊറൻസി, ചെറിയ ഉരുണ്ട കാലുള്ള കുട്ടി സിഡ്നി സെസിൽ വിവിയാൻ മോൺമൊറൻസി, ലിലിയൻ ഇവാഞ്ചലിൻ മൗസ്മറിയോൺ മോൺമൊറൻസി മറ്റൊരു കുട്ടി. പിന്നെയുള്ളത് റൊസാലിൻ ഗ്ലാഡിസ്, ഷ്വിക്ലറൻസ്, വെറോണിക്ക യുസ്റ്റാഷിയോ, ക്ലോഡ് ഹരോൾഡ് ഹെക്ടർ എന്നിവരാണ്. പുസ്തകങ്ങളിൽ നിന്നാണ് സാറായ്ക്ക് പേരുകൾ കിട്ടിയത്. ഒരു ക്രിസ്മസ് കാലം മോൺമൊറാൻസി കുടുംബം വൈകുന്നേരം നടക്കുകയായിരുന്നു. പാവപ്പെട്ട കുട്ടികളെ സഹായിക്കുന്ന സമ്പന്നരായ കുട്ടികളുടെ കഥകൾ പഠിച്ചവരാണ് അവർ. അവർ നടക്കുന്നതിനിടയിലാണ് സാറയെ കണ്ടത്. സാറ പാവപ്പെട്ട ഭക്ഷണം കഴിക്കാൻ കിട്ടാതെ വിശന്നു വലഞ്ഞിരിക്കുന്ന കുട്ടിയാണെന്ന് അവർക്ക് തോന്നി. റോസ്ലിൻ ഗ്ലാഡീസിൻ്റെ കയ്യിലുണ്ടായിരുന്ന നാണയങ്ങൾ അവർ സാറയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. വേണ്ട വേണ്ട, എനിക്കിത് വേണ്ട, സാറ പറഞ്ഞു. കുടുംബാംഗങ്ങൾ അവളെ പൈസ എടുക്കാൻ നിർബന്ധിച്ചു. വളരെ നിർബന്ധിച്ചപ്പോൾ അവൾ അത് സ്വീകരിച്ചു. അവൾ അവർക്ക് നന്ദി പറയുകയും ചെയ്തു. കുടുംബം വണ്ടിയിൽ കയറിപ്പോയി. അവർ സാറയെക്കുറിച്ച് ചർച്ച ചെയ്തു. അവൾ ഒരു ഭിക്ഷക്കാരിയെപ്പോലെ അല്ലല്ലോ സംസാരിക്കുന്നത്. അവൾ ഭിക്ഷ യാചിച്ചുമില്ലല്ലോ. ഭിക്ഷക്കാരികളെ എന്തെങ്കിലും നിർബന്ധിച്ചാൽ വേഗം ദേഷ്യപ്പെടും. ശരിയാണ്, അവൾക്ക് ദേഷ്യം തോന്നിയതേയില്ല. അവൾ നന്ദി പറഞ്ഞത് മാന്യരെ എന്ന് പറഞ്ഞാണ്. അങ്ങനെയൊന്നും ഭിക്ഷക്കാർ പറയാറില്ല. കുടുംബാംഗങ്ങൾ അഭിപ്രായങ്ങൾ കൈമാറിക്കഴിഞ്ഞപ്പോൾ അവളോട് അവർക്ക് താല്പര്യം തോന്നി തുടങ്ങി. സെമിനാരിയിലെ വേലക്കാരിയാണവൾ. അവൾ അനാഥയാണെന്ന് തോന്നുന്നു. എങ്കിലും എന്തോ പ്രത്യേകതയുണ്ട്, ജാനറ്റ് അഭിപ്രായപ്പെട്ടു. സാറയ്ക്ക് വലിയ കുടുംബത്തോടുള്ള മതിപ്പ് വർദ്ധിച്ചു. സെമിനാരിയിൽ അവൾക്ക് നിൽക്കപ്പുറതിയില്ലാത്ത വിധം ജോലി തന്നെയായിരുന്നു. കഠിനമായ വെയിലെന്നോ മഴയെന്നോ തണുപ്പെന്നോ ഉള്ള വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ഒരു തണുത്ത രാത്രി അസഹ്യമായിരുന്നു തണുപ്പ്. സാറ വിചാരിച്ചു, ഞാനിപ്പോൾ മരിച്ചു പോകും. അന്ന് അവൾക്ക് അത്താഴം കിട്ടിയിരുന്നില്ല. സാറ എമിലിയെയും ചേർത്ത് പിടിച്ച് തേങ്ങിപ്പോയി. ഒരിക്കലും കരഞ്ഞിട്ടില്ലാത്ത സാറ. ആരും ആശ്വസിപ്പിക്കാനില്ലാതെ അവൾ സ്വയം സമാശ്വസിച്ചു. അടുത്ത ഒഴിഞ്ഞ വീട്ടിലേക്ക് ഒരു ദിവസം വീട്ടുസാധനങ്ങളുമായി ഒരു വണ്ടി വന്നു. സാറ നോക്കി നിന്നു. സാധനങ്ങൾ കണ്ടാലറിയാം ആ വന്നിരിക്കുന്നവർ ഏത് തരക്കാരാണെന്ന്. തേക്ക് തുടങ്ങിയ മരങ്ങൾ കൊണ്ടുള്ള സാധനങ്ങളാണ് അവ. ധനികരാണ് വന്നിട്ടുള്ളതെന്ന് സാറ ഉറപ്പിച്ചു. അതുമാത്രമല്ല, ഇന്ത്യക്കാരായ ഉദ്യോഗസ്ഥരാണെന്നും അവൾക്ക് സംശയമുണ്ട്. ബുദ്ധൻ്റെ പ്രതിമ അവരുടെ വീട്ടുസാധനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. വൈകുന്നേരം പാൽ വാങ്ങി വരികയായിരുന്നു സാറ. വലിയ കുടുംബത്തിലെ അച്ഛൻ അവരുടെ വീട്ടിൽ നിന്നും അടുത്ത വീട്ടിലേക്ക് നടന്നുപോയി. പിന്നീടും അദ്ദേഹം അങ്ങനെ നടന്നു പോകുന്നത് പല ദിവസങ്ങളിലായി സാറ കാണാനിടയായി. അദ്ദേഹം ജോലിക്കാർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും സാറയുടെ ശ്രദ്ധയിൽപ്പെട്ടു. പുതുതായി വന്നവരുമായി വലിയ കുടുംബക്കാർക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് സാറ നിഗമനത്തിലെത്തി. രാത്രി ബെക്കി മുറിയിൽ വന്നാൽ അവർ വാർത്തകൾ കൈമാറും. പുതുതായി വന്നത് ഇന്ത്യക്കാരനാണെന്ന് ബെക്കി പറഞ്ഞു. മാത്രമല്ല, സമ്പന്നനുമാണ്. ആഴ്ചകൾ കുറച്ചു കഴിഞ്ഞു. പുതുതായി വന്നയാൾക്ക് ഭാര്യയും കുട്ടികളും ഇല്ല എന്ന് മനസ്സിലായി. ബന്ധുക്കളും വേറെയില്ല. അയാളുടെ ആരോഗ്യം തകർന്നിരിക്കുന്നു. മനസ്സും വിഷമിച്ചിരിക്കുന്നു. ഒരു ദിവസം ആ വീട്ടിലേക്ക് ഒരു വണ്ടി വന്നു. അതിൽ നിന്നും ആദ്യം ഇറങ്ങിയത് വലിയ കുടുംബത്തിലെ അച്ഛനാണ്. പിന്നെ ഒരു നേഴ്സിൻ്റെ വേഷത്തിലുള്ള ഒരാൾ.
2 വേലക്കാരും. അവർ ഒരു എല്ലും തോലുമായ മനുഷ്യനെ ആ വീട്ടിലേക്ക് കൊണ്ടുപോയി. സാറ ആ വീട്ടിലേക്ക് ആകാംക്ഷയോടെ നോക്കിയിരുന്നു. ഭാഗം 11. രാംദാസ്. സാറയുടെ മുറിയിലിരുന്നാൽ ചിലപ്പോൾ മനോഹരങ്ങളായ സൂര്യാസ്തമനങ്ങൾ കാണാം. എല്ലാ സമയത്തും കാണില്ല. ഒരു പ്രത്യേക സ്ഥലത്തിരുന്നാൽ മാത്രമേ കാണുകയുള്ളൂ. പടിഞ്ഞാറൻ ആകാശത്ത് ചെമന്നതും സ്വർണ്ണവർണ്ണമായതുമായ മേഘങ്ങൾ തിളക്കത്തോടെ പരന്നു കിടക്കും. ചിലപ്പോൾ റോസ് പറവകൾ നീലാകാശത്തു കൂടി പറന്നു പോകുന്നതായി തോന്നും. ആകാശവീഥിയിൽ എന്തോ സംഭവിക്കുന്നതായി സാറായ്ക്കറിയാം. അവൾ ജനലിലൂടെ തല പുറത്തേക്കിടും. ആകാശം മുഴുവൻ അവളുടെ കണ്ണിലേക്ക് വരും. ദീർഘമായി ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ട് ലോകം അവളുടേതാക്കി മാറ്റും. ഇന്ത്യക്കാരനായ മാന്യനെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞുള്ള അതുപോലത്തെ ഒരു സായാഹ്നം. ജോലിയൊക്കെ വേഗം തീർന്നിരുന്നു. സാറ തട്ടിൻപുറത്തെ മുറിയിലേക്ക് പോയി. സ്വർണ്ണവർണ്ണത്തിൻ്റെ ഒരു വേലിയേറ്റം പോലുണ്ട് പശ്ചിമാംബരം. നിരവധി പക്ഷികൾ വീടുകൾക്ക് മുകളിലൂടെ പറന്നു പോകുന്നു. സുവർണ രശ്മികൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു. അസാധാരണമായ എന്തോ സംഭവിക്കുമെന്ന് മനസ്സ് പറയുന്നു. സാറ സ്വയം പറഞ്ഞു. പെട്ടെന്ന് ഒരു കരച്ചിൽ ശബ്ദം. അവൾ തല തിരിച്ചു. അടുത്ത കെട്ടിടത്തിൽ നിന്നുമായിരുന്നു അത്. അവൾ ആ കെട്ടിടത്തിലെ ജനാലയിലേക്ക് നോക്കി. ഒരു കുരങ്ങൻ്റെ ശബ്ദമാണ് കേട്ടത്. ആ കുരങ്ങനെ പിടിച്ചുകൊണ്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. സാറ അയാളെ കണ്ടു. അയാളുടെ മുഖത്ത് വിഷാദം നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് തോന്നിയത്. വീണ്ടും അവൾ അയാളെ നോക്കി. അയാളും നോക്കുന്നുണ്ട്. സാറ വെറുതെ പുഞ്ചിരിച്ചു. അയാൾക്കത് അപ്രതീക്ഷിതമായ അനുഭവമായിരുന്നു. സന്തോഷവും തോന്നി. അയാൾ പുഞ്ചിരിക്കുമ്പോൾ വെളുത്ത പല്ലുകൾ വെളിച്ചം വിതറി ആ മുഖത്തിന്. ആരെങ്കിലും തളർന്നിരിക്കുമ്പോൾ സാറയുടെ ഹൃദയാവർജകമായ നോട്ടം തന്നെ മതിയാകും തളർച്ചയില്ലാതാക്കാൻ. അയാൾ കൈവീശി. കുരങ്ങൻ്റെ പിടി അയഞ്ഞു. അത് ഏത് നിമിഷവും ചാടിപ്പോകാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. കുരങ്ങന് സാറയുടെ ചിരിയിൽ താല്പര്യം തോന്നി. അത് അയാളുടെ കയ്യിൽ നിന്നും ചാടി സാറയുടെ ജനലിലൂടെ കയറി അവളുടെ ചുമലിലിരുന്നു. അവളെ ചിരിപ്പിക്കാൻ ശ്രമിച്ചു കുരങ്ങൻ. അവൾക്കറിയാം കുരങ്ങനെ സൂക്ഷിക്കേണ്ടത് അതിൻ്റെ ഉടമസ്ഥനാണെന്ന്. അയാൾ ഒരു ഇന്ത്യക്കാരനാണെന്ന് അവൾ ഊഹിച്ചു. കുരങ്ങനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയേ പറ്റൂ. അയാൾ അറിഞ്ഞുകൊണ്ട് തന്നെയാവുമോ കുരങ്ങനെ വിട്ടത്? സാറായ്ക്ക് സംശയമുണ്ട്. അയാൾ മിസി സാഹിബിൻ്റെ സേവകനാണെന്ന് മനസ്സിലായി. കുരങ്ങൻ വികൃതിയാണെങ്കിലും ആരെയും കടിക്കില്ല. എന്നാൽ പിടിക്കാൻ കുറച്ച് വിഷമമാണ്. അവൻ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ചാടി ചാടി മാറിക്കളയും. രാംദാസിന് മകനെപ്പോലെ ആ കുരങ്ങനെ അറിയാം. അയാൾ തന്നെ സാറയുടെ മുറിയിൽ കയറി കുരങ്ങനെ പിടിക്കുമായിരുന്നു. സാറ തെറ്റിദ്ധരിച്ചാലോ എന്ന് കരുതിയാണ് അതിന് മുതിരാതിരുന്നത്. നിങ്ങൾ വന്ന് ഇതിനെ പിടിക്കുമോ? അവൾ അന്വേഷിച്ചു. ഒരു നിമിഷം മതി. എങ്കിൽ വരൂ. അവൻ പേടിച്ച പോലെയാണ് ചാടിപ്പോകുന്നത്. രാംദാസ് ജനാലയിലൂടെ പുറത്തിറങ്ങി. ശബ്ദമുണ്ടാക്കാതെ സാറയുടെ ജനാലയുടെ അടുത്തെത്തി. മുറിയിൽ കയറി. അയാളെ കണ്ട കുരങ്ങനൊന്ന് കരഞ്ഞു. കുറച്ചു സമയം ചാടിക്കളിച്ചെങ്കിലും അയാളുടെ ചുമലിൽ അതിരുന്നു. രാംദാസ് സാറയോട് നന്ദി പറഞ്ഞു. അയാൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ആ മുറിയുടെ അവസ്ഥ മനസ്സിലാക്കിയതായി സാറ കണ്ടു. എന്നാൽ ഒരു രാജകുമാരിയോടെന്നതുപോലെയാണ് അയാൾ സംസാരിച്ചത്. വളരെ കുറഞ്ഞ സമയം മാത്രമേ അയാൾ ആ മുറിയിൽ നിന്നിട്ടുള്ളൂ. രോഗിയായി കിടക്കുന്ന ഉടമസ്ഥനെ ചിരിപ്പിക്കാൻ സമർത്ഥനാണ് ആ കുരങ്ങൻ. അത്രയും ആ കുറഞ്ഞ നിമിഷത്തിനുള്ളിൽ സാറയെ അറിയിച്ചിട്ടാണ് അയാൾ പോയത്. സാറ മുറിയിലിരുന്ന് പഴയ ജീവിത സന്ദർഭങ്ങളും ഇന്ത്യയിലെ വസ്ത്രധാരണവും പെരുമാറ്റ രീതികളുമൊക്കെ ഓർമ്മിച്ചുപോയി. വേലക്കാരിയാകുന്നതിന് മുമ്പുള്ള സമയം രാംദാസ് പെരുമാറിയതുപോലെയാണ് എല്ലാവരും പെരുമാറിയിരുന്നത്. ഒരു സ്വപ്നം പോലെ തോന്നുന്നു എല്ലാം കഴിഞ്ഞുപോയി. ഇല്ല, ഇനി അതൊന്നും തിരിച്ചു വരില്ല. വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും തോന്നുന്നില്ല. സാറയ്ക്കറിയാം അവളുടെ ഭാവി എന്താകണമെന്നാണ് മിൻജിൻ തീരുമാനിച്ചിട്ടുള്ളതെന്ന്.
പക്ഷേ സാറയ്ക്ക് ആത്മവിശ്വാസം പകർന്ന ചിന്ത കൈവന്നു. ഞാനൊരു രാജകുമാരിയാണെങ്കിൽ പുറമെ എന്ത് സംഭവിച്ചാലും ഉള്ളിൽ ഞാനൊരു രാജകുമാരി തന്നെയായിരിക്കും. ഒരു രാജകുമാരി വിനയമുള്ളവളായിരിക്കണം. രാംദാസിനെയും കുരങ്ങനെയും കണ്ടതിൻ്റെ പിറ്റേ ദിവസം രാവിലെ സാറ കുട്ടികളോടൊപ്പമായിരുന്നു. കുട്ടികൾക്ക് ഫ്രഞ്ച് പാഠങ്ങൾ പറഞ്ഞുകൊടുത്ത് അവർക്ക് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നൽകിയ ശേഷം സാറ ചിന്തയിലാണ്ടു. അവൾ അറിയാതെ ചിരിച്ചുപോയി. ശബ്ദം കേട്ട് ശ്രദ്ധിച്ച മിൻജിൻ അത്ഭുതത്തോടെ ചോദിച്ചു, എന്താ ഇങ്ങനെ ചിരിക്കാൻ? സാറ നിയന്ത്രണത്തിലെത്താൻ കുറച്ച് സമയമെടുത്തു. രാജകുമാരിയാണെന്നായിരുന്നു അവളുടെ ചിന്ത. അവളുടെ കവിളുകൾ ചുവന്നു തുടുത്തിരുന്നു. സ്വയം നിയന്ത്രിച്ച ശേഷം അവൾ മറുപടി പറഞ്ഞു, ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഉടനെ എന്നോട് മാപ്പ് പറയൂ. ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ മാപ്പ് ചോദിക്കുന്നു, എന്നാൽ ചിന്തിക്കുന്നതിന് മാപ്പ് ചോദിക്കാനാവില്ല. എന്താണ് നീ ചിന്തിക്കുന്നത്? മിൻജിൻ്റെ ശബ്ദം കേട്ട് കുട്ടികളെല്ലാം തല ഉയർത്തി നോക്കി. ലാവണ്യയുടെയും ജെസ്സിയുടെയും മുഖത്ത് സന്തോഷമായിരുന്നു. സാറയെ വഴക്കു പറയുന്നത് കേൾക്കുന്നത് രണ്ടുപേർക്കും ഇഷ്ടവിനോദമാണ്. സാറ ഒട്ടും പരിഭ്രമിച്ചില്ല. അവളുടെ കണ്ണുകൾ നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങി. നിങ്ങൾ ചെയ്യുന്നത് എന്തെന്ന് നിങ്ങൾ അറിയുന്നില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിച്ചത്. വിനയത്തോടെയും എന്നാൽ ഉറച്ച സ്വരത്തിലുമാണ് സാറ മറുപടി പറഞ്ഞത്. ഞാനൊരു രാജകുമാരിയാണെങ്കിൽ എന്താവും സംഭവിക്കുക എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ എന്തായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുക എന്നാണ് ചിന്തിച്ചത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തു ചെയ്താലും നിങ്ങൾ ചോദിക്കാൻ ധൈര്യപ്പെടുകയില്ല. എന്ത്? ഞാൻ ഒരു രാജകുമാരിയായിരുന്നെങ്കിൽ എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യുമായിരുന്നു. എല്ലാ കണ്ണുകളും അത്ഭുതം കൊണ്ട് വിടർന്നു. നീ നിന്റെ മുറിയിലേക്ക് പോയിക്കൊള്ളൂ ഇപ്പോൾ തന്നെ. കുട്ടികൾ പാഠത്തിൽ ശ്രദ്ധിക്കൂ. മിൻജിൻ അലറുകയായിരുന്നു. ചിരിച്ചത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സാറ സ്ഥലം വിട്ടു. ഭാഗം 10ഉം 11ഉമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇന്ന് അവതരിപ്പിച്ചത്. കഥ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ. നന്ദി, നമസ്കാരം.